ലെറ്റ്സ് ഗോ. എന്താണ് തലവാദം? യു എയിലും ജി സി സിയിലൊക്കെ ഉള്ള ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയാനുണ്ടാവും. നമ്മുടെ നാട്ടിലെ സ്വിഗ്ഗി സൊമാറ്റോ അല്ലേ, അതൊക്കെ പോലെ എന്താണ് നമ്മുടെ യു എയിലുള്ള ഒരു ഫുഡ് ഡെലിവറി കമ്പനിയാണ് തലബാത്ത്. അപ്പം തലബാത്ത് ആദ്യമായിട്ട് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആവാൻ പോവാണ്. ഏകദേശം ഒരു 15% ഷെയർ അവർ മാർക്കറ്റിന് കൊടുക്കുകയാണ്. ഏകദേശം അത് 15% തന്നെ പറയുന്ന ഏകദേശം ഒരു 3 ബില്യൺ ഷെയർസ് ഉണ്ട് കേട്ടോ. അപ്പം ഈ ഒരു 19 മുതൽ 27 വരെ നമുക്ക് എന്താക്കാൻ പറ്റും, അതിൻ്റെ IPO പർച്ചേസ് ചെയ്യാൻ പറ്റും. അത് ലിസ്റ്റഡ് ആവാൻ പോകുന്നത് ദുബായ് ഫൈനാൻഷ്യൽ മാർക്കറ്റിലാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ NSE BSE പോലെ യു എയിലുള്ള 2 മാർക്കറ്റാണ്, ADX-ഉം DFM-ഉം. അതിൽ നമ്മുടെ യൂസുഫ് അലി സാറിൻ്റെ ലുലു ഒക്കെ ലിസ്റ്റഡ് ആയിട്ടുള്ളത് ADX മാർക്കറ്റിലാണ് കഴിഞ്ഞ ആഴ്ച. ഇപ്പം തലബാത്ത് ലിസ്റ്റ് ആവാൻ പോകുന്നത് DFM, അതായത് ദുബായ് ഫൈനാൻഷ്യൽ മാർക്കറ്റിലാണ്. അത് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആവുന്നത് ഡിസംബർ 10. അപ്പം ഡിസംബർ 10 ആകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എന്ത് അതിൻ്റെ മാർക്കറ്റ് വാല്യൂവും കാര്യങ്ങളൊക്കെ. ഇപ്പം അതിൻ്റെ പർച്ചേസ് വാല്യൂവും കാര്യങ്ങളൊക്കെ അവർ പബ്ലിഷ് ചെയ്തിട്ടില്ല, പക്ഷേ ഈ ഒരു ഡേറ്റ് റേഞ്ച് ആകുമ്പോഴത്തേനും അവർ പബ്ലിഷ് ചെയ്യും. അപ്പം നമുക്ക് എന്താക്കാൻ പറ്റുന്നതാണ്, ആ ഒരു പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഷെയർസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാം. പിന്നെ അതിൻ്റെ ഫൈനാൻഷ്യൽസിൻ്റെ കാര്യങ്ങളിലേക്ക് വരാണെങ്കിൽ കമ്പനി ഏകദേശം ഒരു 944 മില്യൺ കഴിഞ്ഞ കൊല്ലം, അതായത് 2024 പ്രോഫിറ്റ് ഉണ്ടായി, 2023 പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ 2024 വരുമ്പോൾ ഏകദേശം ഒരു 995, ഈ ഒരു സെപ്റ്റംബർ വരെ 995 മില്യന് അവർ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം പ്രോഫിറ്റ് ഇയർലി അവർ ഏകദേശം നല്ല രീതിയിൽ കൂടുന്നുമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഏകദേശം ഈ ഒരു ഡിസംബർ, അതായത് Q4 ഏകദേശം ഒരു 367 അവർ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഒരു 1.5 ബില്യൺ ഏകദേശം അവർ 2025 ആകുമ്പോഴത്തേന് ഡിവിഡൻഡ് കൊടുക്കുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഡിവിഡൻഡും കാര്യങ്ങളൊക്കെ നല്ലോണം കൊടുക്കുന്ന ഒരു കമ്പനിയും കൂടിയാണെന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ IPO പർച്ചേസ് ചെയ്യുന്നതിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് നമുക്ക് ആദ്യം ഒരു NIN നമ്പർ വേണം. നമ്മളിപ്പം ലുലു ലിസ്റ്റഡ് ആയിട്ടുള്ളത് ADX മാർക്കറ്റിൽ കൂടെയാണെങ്കിൽ നമ്മളിത് DFM, അതായത് ദുബായ് ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ DFM-ൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിലൊരു NIN നമ്പർ എടുത്തിട്ട് നിങ്ങൾക്ക് എന്താക്കാം, ഒരു ബ്രോക്കറിന് നമ്മുടെ നാട്ടിലെ സെറോദ, അപ്സ്റ്റോക്സ് ഒക്കെ മാതിരി ഇവിടെ മേജർ ബ്രോക്കേഴ്സ് വരുന്നത് ബാങ്ക്സ് ആണ്, അതായത് ENBD സെക്യൂരിറ്റി, മഷക് സെക്യൂരിറ്റീസ് അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പം ഇതുവഴി നിങ്ങൾക്ക് എന്താക്കാവുന്നതാണ്, ആദ്യം ദുബായ് ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ അതായത് DFM ആപ്പിൽ ഒരു NIN നമ്പർ ക്രിയേറ്റ് ചെയ്യുക. ഈ NIN നമ്പർ വെച്ചിട്ട് ഒരു ബ്രോക്കറിനെ അപ്രോച്ച് ചെയ്തിട്ട് എന്താക്കാവുന്നതാണ്, നിങ്ങൾക്ക് ഷെയർസ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പം മിസ് ചെയ്യണ്ട, എന്തായാലും ഇൻവെസ്റ്റ് ചെയ്യാൻ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ഗോ.